ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പോവാണേ. അപ്പൊ വായോ. അപ്പൊ നമ്മൾ ആദ്യം പോയി നമ്മുടെ ഡോർ തുറന്ന് നമ്മുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡോറ്. ഇത് പ്ലാവിന്റെ ഡോറാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യിപ്പിച്ചായിരുന്നു, കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. റൂം ടൂറിനകത്ത് ഒരാളും കൂടെ ഉണ്ട്. മോന്താ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. നല്ല ചൂടും കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ്, ഇപ്പോഴാണ് ഉറക്കിയത്. അപ്പൊ നമ്മൾ കയറി വരുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് എൻട്രി നമ്മുടെ മേക്കപ്പ് യൂണിറ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ വാർഡ്രോബ് ഒക്കെ ചെയ്തില്ലേ, അതിന്റെ ബാക്കി വന്ന പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് യൂണിറ്റ് പണിഞ്ഞത്. ഒരുപാട് എക്സ്പെൻസ് മുടക്കി ചെയ്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ 2, 3, 5 തട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ 2 റോ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ്. വലിയൊരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതാ ഇങ്ങനെ കറങ്ങും, നീങ്ങൂല, പക്ഷെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് കറങ്ങാൻ പറ്റും കേട്ടോ. അടിപൊളിയല്ലേ? നമുക്ക് ഇങ്ങനെ ഇരുന്ന് കറങ്ങാൻ കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പോകുന്ന അടുത്തത് നമ്മുടെ വാളിലോട്ടാണ് കേട്ടോ. ഇത് ടെസ്റ്റർ വർക്കാണ്, നമ്മുടെ ഷെമീറാണ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മയിലുണ്ട്. ചേട്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പടം വേണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ മയിലിനെ ആക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് 1, 2, 3, 4, 5, 6, 6 മയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഈ കളർ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള കർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതാണ്ടോ ഇതിന്റെ പേര് ബ്ലൈൻഡ്സ് എന്നാട്ടോ. ബ്ലൈൻഡ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹെഡില്. പിന്നെ നമ്മൾ AC പോയിന്റ് ഇട്ടിട്ടുണ്ട്. AC ഇട്ടിട്ടില്ല, പക്ഷെ AC ഉടനെ വരും, കാരണം ചൂട് കൂടുതലായതുകൊണ്ട് AC ഇല്ലാതെ പറ്റൂല എനിക്ക് മോനും. അപ്പൊ ദാ വരുമ്പോൾ നമ്മുടെ വാർഡ്രോബാണ് കേട്ടോ. 4 ഡോറിന്റെ വാർഡ്രോബാണേ. ഇത് ഫസ്റ്റ് നമ്മൾ വൈറ്റിലായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ വൈറ്റ് കണ്ടപ്പോൾ ഒരു ഗുമ്മ് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈൻസും കുറച്ച് ഗോൾഡ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവിടുന്ന് നേരെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ വെക്കാനുള്ളൊരു സംഭവമാണ് കൊടുത്തേക്കുന്നത്. കമ്പ്യൂട്ടർ ഫോണൊക്കെ. പക്ഷെ മോൻ കുഞ്ഞതായതുകൊണ്ട് അവനെല്ലാം വലിച്ച് താഴെ ഇടുന്നുണ്ട്, നമ്മൾ അവിടെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ അവന്റെ പാമ്പേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതവന്റെ സ്നഗ്ഗൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇവിടെ അല്ലറ ചില്ലറ മോന്റെ മരുന്നും പിന്നെ അവന്റെ കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവൻ എല്ലായിടത്തുനിന്നും കൈ എത്തി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മാത്രം അവനൊന്നും എത്തത്തില്ല. അതുകൊണ്ട് അവന്റെ കൈ കിട്ടുന്നതെല്ലാം നമ്മളെടുത്ത് ഇങ്ങോട്ട് വെക്കും. ഇവിടെ നമ്മുടെ ബേബെഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനും പറ്റും, കിടക്കാനും പറ്റും. ചേട്ടനോട് അടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടെ പിണങ്ങി ഒന്ന് ഇരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഇതിന്റെ അടിയിൽ ഞങ്ങൾ ഫുൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുറേ സാധനങ്ങൾ കാണും. ഒരാൾ പെട്ടെന്ന് വരുമ്പം പലതും പല വഴിക്കായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ 2 യൂസ് ആണ്. നമുക്ക് അടിയിൽ സ്റ്റോറും ചെയ്യാൻ പറ്റും, നമുക്ക് മണ്ടയ്ക്ക് ഇരിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അടിപൊളി സംഭവമാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. അത് മാത്രമല്ല നമ്മൾ കൊടുത്ത നമ്മുടെ വാളിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻ്റെയും സെയിം കളർ തീമിലാണ് നമ്മൾ ഇതിന്റെ കുഷ്യൻസ് ചെയ്യിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെ അടുത്തുള്ള പാരിപ്പള്ളിയിലുള്ളൊരു മാമനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. പിന്നെ ഈ സൈഡിലും സെയിം അപ്പുറത്തിട്ടേക്കുന്നത് അതേപോലെ തന്നെ കർട്ടൻ ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ബാക്കി വോള് ഫുള്ള് വൈറ്റ് കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ബേബെഞ്ച് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോന്റെ പാവക്കുട്ടിയാണ് കേട്ടോ. ഇവളെ ഞങ്ങൾ സാധാരണ താഴെയാണ് ഇട്ടേക്കുന്നത്. വേറെ ഒന്നല്ല, മോൻ രാത്രി ഉരുണ്ട് തറയിൽ വീഴുന്ന ശീലമുണ്ട്. രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇടും, രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റി ഇവിടെ മണ്ടയ്ക്ക് വെക്കാം. ഇവളുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാട്, എന്തോ ചെയ്യാനാ. പിന്നെ ഇത് കണ്ടോ, ഒരു 2, 3 തട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും പടങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഇത് കന്നിമൂല ആയതുകൊണ്ട് പറയും നമ്മളെ പൈസ സമ്പാദ്യമൊക്കെ വെക്കണമെന്ന് പറയും. പക്ഷെ പൈസ സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എൻ്റെ കുടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇരിപ്പുണ്ട് എൻ്റെ ഈ കുടുക്ക് കണ്ടോ, കുടുക്ക് ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ബാഗും പിന്നെ നമ്മുടെ ഫാനിന്റെ റിമോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെയുള്ളു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ നമ്മുടെ കട്ടിലാണ് കേട്ടോ. ഇത് കട്ടില് നമ്മൾ പണിയിപ്പിച്ചാണ്. നമ്മൾ ഈ ഡോറൊക്കെ ചെയ്യിപ്പിച്ച സെയിം പുള്ളിയാനാണ് നമുക്ക് ചെയ്തു തന്നത്. ഈ സംഭവം ഹെഡിന്റെ പോർഷൻ വരുന്ന ഈ ഡയമണ്ട് ഒക്കെ വെച്ചുള്ള സംഭവം നമ്മുടെ ഈ ബേബെഞ്ച് ഒക്കെ ചെയ്ത് ആ ഒരു മാമനാട്ടോ പാരിപ്പള്ളിയിലുള്ളത്. നല്ല ഓരോക്കെ പാവം, ഭയങ്കര ചൂട് കൊണ്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാവേ. ഈ ഒരു പില്ലോ ഉണ്ടോ, ഈ ഒരു പില്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പണ്ടൊട്ട് കാണുമോ നിങ്ങൾക്ക് അറിയാം. ഞാൻ എൻ്റെ മോനെ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത സംഭവമാണേ. ഇത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എനിക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ മീഷോ മേടിച്ചാൽ തോന്നുന്നു ചേട്ടാ. ചേട്ടനാണ് എനിക്ക് മേടിച്ചു തന്നത്. പക്ഷെ ഇപ്പോഴായാലും മോൻ കിടക്കുമ്പോൾ തറയിൽ വീഴാതിരിക്കാനും ഒക്കെ ചാരി കിടക്കാനൊക്കെ അടിപൊളിയാട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഗർഭിണി അമ്മമാർക്കും പ്രസവിച്ച അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത്. ഈ
ഈ തീം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞങ്ങളുടെ ബാത്റൂമും ഞങ്ങളുടെ വാളും അതുപോലെ നമ്മുടെ കർട്ടനും എല്ലാം നമ്മൾ ബേബൻസിന്റെ മെത്തിയതെല്ലാം കൊടുത്തേക്കുന്നത് സെയിം കളറാണ് കേട്ടോ, ഗ്രേ തീമിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ചോദിച്ചാൽ എങ്ങനെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ചെയ്തു തന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമന്റ് ചെയ്യണേ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.